എന്തുകൊണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഐ മേക്കപ്പ് ലുക്ക് ആണ്. നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷനും ഏതൊരു കാഷ്വൽ ആയാലും ഫോർമൽ ആയാലും ഇനിയിപ്പം എന്തെങ്കിലും ഫെസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കല്യാണം ആയാലും എന്തിനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് സ്മഡ്ജ് ലൈനർ അല്ലെങ്കിൽ സ്മോക്കി ലുക്ക് എന്ന് വേണമെങ്കിലും പറയാം. അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ അതൊരു മിക്സാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വളരെ കുറവാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറേ നാൾ മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നയൻതാരയുടെ ഇൻസ്പയർഡ് ഐ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ക്യൂട്ടിപ്പ് വെച്ചിട്ടാണ് സ്മഡ്ജ് ലൈനർ ലുക്ക് ചെയ്തത്. അത് കണ്ടിട്ടില്ല, അത് കണ്ടു നോക്കാം. ഏകദേശം അതുപോലത്തെ ഒരു വീഡിയോ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രഷസ് അല്ല, ഒരു ബ്രഷേ ഉള്ളൂ. ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഐ മേക്കപ്പ് ചെയ്യാം എന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഐ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഒക്കെ പോകാം. വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ എന്നെ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ parvathynanduoffcl മേക്ക് ഓവർ എന്ന് പോയി മേക്ക് ഓവർ എന്ന് പറഞ്ഞ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ parvathynanduscore എന്ന് പറഞ്ഞ് പോയി ചെക്ക് ചെയ്ത് നോക്കുക. So without any further ado, let's get into the video. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഒരു ബ്രഷ് വേണം. ഈ ഒരു ബ്രഷ് കണ്ടിട്ടില്ലാത്തവർ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. പക്ക ഫ്ലാറ്റ് അല്ല, ഇതൊരു സ്മഡ്ജ് ലൈനർ ബ്രഷ് എന്ന് വേണം പറയാം. കണ്ടോ, നമുക്കിങ്ങനെ സ്മഡ്ജ് ചെയ്യാൻ ഈസിയാണിത്. ഡെൻസാണ് ഭയങ്കര. കണ്ടോ, ഡെൻസ് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. കണ്ടോ, നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ ഈസിയാണ് ഇങ്ങനത്തെ ബ്രഷ്. സോ ഇത് ഓൺലൈനിൽ ഇങ്ങനെ ഒറ്റ പീസായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാം. ലിങ്ക് കിട്ടുമോ ഞാൻ താഴെ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് വാങ്ങിക്കാം. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത്രയും വലിയ പാലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേണ്ട പാലറ്റ് താഴെ ലിങ്ക് കൊടുത്തേക്കാം. അതാവും നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ കയ്യിൽ ചെറിയ പാലറ്റ് ഇല്ല, അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കല്യാണത്തിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ ഷെയ്ഡ്സാണ്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്കിത് ഇതാണ് ബേസിക്കായിട്ട് വേണ്ട കളേഴ്സ്. ഇത് ഇത്രയും വേണ്ട. ഇതിൽ 3-4 കളേഴ്സ് മാത്രമേ ബേസിക്കായിട്ട് വേണ്ടതായിട്ടുള്ളൂ. ബ്രൗൺസ്, ബ്ലാക്ക്, അങ്ങനത്തെ കളേഴ്സ്. അപ്പോൾ അത് മാത്രമുള്ള ഐ ഷാഡോ പാലറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രൗൺ ലൈനർ. ഇത് റീകോഡിൻ്റെ ബ്രൗൺ ലൈനറാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം കിട്ടുവാണെങ്കിൽ. ഓക്കെ, ഇത് ബ്രൗൺ ലൈനറാണ്. ഏത് ബ്രൗൺ ലൈനേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്രൗൺ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഈസി ടു വർക്ക് എന്ന് പറയാൻ ബ്രൗൺസ് ആണ് ഏറ്റവും നല്ലത്. ബിഗിനേഴ്സിന് നല്ലത് ബ്രൗൺസ് ആണ്. ബ്ലാക്ക് കുറച്ച് റിസ്കി പരിപാടിയാണ്. മര്യാദയ്ക്ക് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ കൊളായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫേസ് മേക്കപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസീലർ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കില്ല. സോ ആദ്യം കൺസീലർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അതിന് ശേഷം കൺസീലർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക. പൗഡറോ ലൈറ്റർ കളർ ഐ ഷാഡോസോ. ലൈറ്റർ കളർ ഐ ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ കളർ ഐ ഷാഡോസ് കാണുമല്ലോ. ഇതൊക്കെയാണ് സ്കിൻ കളർ ഐ ഷാഡോസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത കൺസീലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഈ ബ്രൗൺ ഐ ലൈനർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് വലിയ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് സീനില്ല. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ചുമ്മാ ഒന്നിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇത്രയും ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇപ്പറയും കൂടെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ചിലത് പെട്ടെന്ന് സെറ്റാവും. നമ്മൾ വരച്ച ഉടനെ ഈ കാജൽസൊക്കെ ചിലത് ഇപ്പോൾ ഇറങ്ങുന്ന കാജൽസൊക്കെ പെട്ടെന്ന് സെറ്റാവും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐ സെപ്പറേറ്റ് ആണെങ്കിൽ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. ഇത് ഏകദേശം സെറ്റാവുന്ന ടൈപ്പ് ഓഫ് കാജലാണ്. പക്ഷേ ഞാൻ എന്തായാലും വരച്ചു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, വെറുതെ റാൻഡമായിട്ട് വരച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ലുക്കാണ്. ഓക്കെ, നോട്ട് കോംപ്ലിക്കേറ്റഡ് അറ്റ് ഓൾ. ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം ഇതിൽ കണ്ടോ, ബ്രൗൺസ്, ബ്ലാക്ക്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്രൗൺസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക.
ബ്ലാക്കിൽ ലൈറ്റായിട്ട് ഡിപ്പ് ചെയ്യുക, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കണ്ണ് ഏകദേശം ഞാൻ സ്മഡ്ജാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, വീണ്ടും കൂട്ടാം. നമ്മൾ എടുക്കുന്ന ബ്രൗൺ ഷെയ്ഡ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി. ഇതിപ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഡാർക്കായിട്ടുള്ള ബ്രൗൺ അല്ല, ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ സ്മഡ്ജ് ലൈനർ ലുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഒരു ട്രാൻസിഷൻ ഉണ്ടാവണം. അതായത് ഡാർക്കറിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് പിന്നെ ഒരു ലൈറ്ററിലേക്ക് ഒരു ട്രാൻസിഷൻ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് ഫുള്ള് ഡാർക്കർ ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും, മീഡിയം ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ആ ട്രാൻസിഷൻ വന്നാലാണ് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഇവിടെ ഡാർക്കർ ആയിരിക്കും, മേലെ മീഡിയം ആയിരിക്കും, മുകളിലോട്ട് എന്താ ലൈറ്റർ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷെയ്ഡ് വെച്ച് ചെയ്യാം, അതിൻ്റെ മേലെ ഒരു ഷെയ്ഡ് വെച്ച് ചെയ്യാം, അതിൻ്റെ മേലെ ഒരു ഷെയ്ഡ് വെച്ച് ചെയ്യാം. അതായത് ഡാർക്ക്, മീഡിയം, ലൈറ്റ്, ആ ഒരു രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി അണ്ടർ ഏരിയയിൽ കുറച്ച് എന്താ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തരം എന്താണ്, നമ്മുടെ മസ്കാര. ഓക്കെ, മസ്കാര പിന്നെ തപ്പം. ഇപ്പോൾ ലോങ് ലാഷസ് ഉള്ളവർക്കാണെങ്കിൽ മസ്കാര വെച്ചിട്ട് നിർത്താം. ലാഷസ് ഇല്ലാത്തവർ എന്ത് ചെയ്യും, ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോൾസ് ലാഷസിൽ കുറച്ച് നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂറോ പാരസിൻ്റെ നമ്പർ 54 എന്ന് പറഞ്ഞ നമ്പർ, ആ ഒരു ഫേക്ക് ലാഷ് അടിപൊളിയാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കാണ്, ഇച്ചതായിട്ട് തോന്നത്തില്ല, നമ്മുടെ ലാഷായിട്ട് തോന്നുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ കോട്ട് ചെയ്ത് കൊടുത്തോ. ഇത് മേബ്ലിൻ്റെ മസ്കാരയാണ്. ഈ മസ്കാരാസിൽ ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റിൽ വരുന്ന മസ്കാരാസിൽ മേബ്ലിൻ്റെ മസ്കാര അടിപൊളിയാണ്, ലോറിയലിൻ്റെ അടിപൊളിയാണ്, പിന്നെ കളബാർ നല്ല. മെയിൻലി മേബ്ലിൻ ആൻഡ് ലോറിയലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക, ബിക്കോസ് അവരുടെ മസ്കാരാസ് പൊളിയാണ്. എപ്പോഴും നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ മസ്കാരയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്, അതൊക്കെ ഡ്രഗ് സ്റ്റോറിൽ ഒതുക്കുക. ഓക്കെ, കാര്യം ഡ്രഗ് സ്റ്റോറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മസ്കാരാസ് ഉണ്ട്. എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ആയ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ചെയ്തപ്പോഴത്തെ ഇവിടെ ഇങ്ങനെയാണ്, അതൊന്ന് ഉണങ്ങിയിട്ട് നമുക്കത് കളയാം, എടുത്ത് കളയാം, കുഴപ്പമില്ല. ഇനി ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫേസ് പ്രോഡക്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലൈക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, ഓക്കെ, സ്കിൻ കെയർ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല നല്ല ലിപ്സ്റ്റിക്സ് ഉണ്ട് ഹൈ എൻഡ് ബ്രാൻഡ്സിൽ. അല്ലാതെ മസ്കാറാസിലൊന്നും പോയി ഹൈ എൻഡ് ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒരു ഉപയോഗമില്ല. കാര്യം ഏകദേശം ഡ്രഗ് സ്റ്റോർ പോലെ തന്നെയാണ് ഹൈ എൻഡ് ബ്രാൻഡ്സും വർക്ക് ആവുന്നത്, അതേ റിസൾട്ട് നമുക്ക് കിട്ടും. ലോറിയലൊക്കെ അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ലാഷ് പാരഡൈസ് മസ്കാരൊക്കെ അടിപൊളി മസ്കാരയാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ നോക്കാം. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു, ഈസി ആൻഡ് സിമ്പിൾ. ഇപ്പോൾ ഇതൊരു കാഷ്വൽ വെയർ ആണ്, നിങ്ങൾക്ക് വെസ്റ്റേൺ കാഷ്വൽ വെയർസിൻ്റെ കൂടെയും ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു എത്തനിക് വെയർ ഇട്ടാലും എൻ്റെ കൂടെ അടിപൊളിയായിട്ട് ബ്ലെൻഡായി പോകുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, ഇപ്പോൾ എത്ര മിനിറ്റ് എടുത്ത് കൂടിപ്പോയ ഒരു 3 minutes മാക്സ്. അത്രയും ഇതിൽ ഞാൻ ഇപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്, അത്രയും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐ മേക്കപ്പാണ്. അപ്പോൾ എൻ്റെ ക്ലോസ് ഞാൻ കാണിച്ചു തരാം. I grew up in a place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way. അപ്പോൾ ഈ ഒരു ഈസി പീസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്മോക്കി അല്ലെങ്കിൽ സ്മഡ്ജ് ലൈനർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട്, സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ, ബൈ.